എല്ലാ അർത്ഥത്തിലും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മട്ടിൽ വിവേചനം അനുഭവിക്കുന്ന മനുഷ്യരെ നമ്മൾ ആ വാക്കിൻ്റെ പരിസരത്തേക്ക് അർത്ഥപരിസരത്തേക്ക് ചേർത്താൽ എം ടിയുടെ കഥാപാത്രങ്ങൾ ഒന്നാകെ ഒരു കുത്തൊഴുക്ക് പോലെ ആ വാക്കിൻ്റെ അടിയിലേക്ക് വരുന്നത് നമുക്ക് കാണാനാവും. കാട്ടിനകത്ത് എങ്ങനെയാണ് ചടുലമായ നീക്കങ്ങൾ നടത്താനാവുക എന്ന് ഭീമസേനൻ പഠിക്കുന്നത് നാഗരിൽ നിന്നാണ്. എങ്ങനെയാണ് ചുവട് മണ്ണിൽ ഉറപ്പിച്ചു നിർത്താനാവുക എന്നുള്ളത് ഭീമസേനൻ പഠിക്കുന്നത് നിഷാദരിൽ നിന്നാണ്. ഒടുവിൽ അതേ വർഗങ്ങളെ തോൽപ്പിക്കാൻ ഭീമസേനന് തുണയാവുന്നത് അതേ വിദ്യകൾ തന്നെയാണ്. അവരിൽ നിന്ന് തന്നെ അഭ്യസിച്ച വിദ്യകൾ ഉപയോഗിച്ച് അവരെ തന്നെ തോൽപ്പിക്കുന്നുണ്ട് ഭീമസേനൻ. പക്ഷെ അങ്ങനെ തോൽപ്പിക്കുമ്പോഴും ഭീമസേനൻ തിരിച്ചറിയുന്നുണ്ട്, ഈ അറിവുകൾ എനിക്ക് അവർ തന്നതാണല്ലോ എന്നുള്ളത്. എം ടി നേരിട്ട ഏറ്റവും വലിയ വിമർശനങ്ങളിലൊന്ന് എം ടിയുടെ കഥാലോകത്ത് കീഴാളർ എവിടെയാണ് നിൽക്കുന്നത് എന്നതായിരുന്നു. ആധുനികതയുടെ സാമൂഹ്യ പുനഃക്രമീകരണത്തെ അഭിമുഖീകരിച്ച മധ്യവർഗ മലയാളി ജനതയുടെ സംഘർഷങ്ങളാണ് പൊതുവെ മലയാള സാഹിത്യം എന്നുള്ള പേരിൽ, വിശേഷിച്ചും നോവൽ സാഹിത്യം എന്നുള്ള പേരിൽ മലയാളത്തിലുണ്ടായതിൽ 90%. ഒരു മധ്യവർഗ ഭാവുകത്വത്തെയാണ്, അവരുടെ അനുഭവങ്ങളെയും അനുഭൂതികളെയുമാണ് പലപ്പോഴും നമ്മൾ സാഹിത്യമെന്ന പേരിൽ നമ്മൾ ഭൂരിപക്ഷവും ആവിഷ്കരിച്ചത്. അത് യഥാർത്ഥത്തിൽ എം ടിയുടെ മാത്രം പ്രശ്നമല്ല, അത് സാഹിത്യമെന്ന സ്ഥാപനത്തിൻ്റെ തന്നെ ഒരു അടിസ്ഥാനപരമായ ദൗർബല്യം കൂടിയാണ് നമ്മുടെ മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിൽ മധ്യവർഗ മലയാളി അനുഭവിച്ച ആധുനികതയുടെ അഭിമുഖീകരണത്തിൽ അനുഭവിച്ച സംഘർഷങ്ങളുടെ ഒരു കാഴ്ചയ്ക്കകത്ത് സ്വാഭാവികമായിട്ടും കീഴാളരായ മനുഷ്യരൊക്കെയും അതിൻ്റെ അതിരുകൾക്ക് പുറത്താണ് നിന്നത്. ആ അഭിമുഖീകരണത്തിൽ സ്വയം ഉലഞ്ഞുപോയ ഒരു മധ്യവർഗ മലയാളിയുടെ ആത്മബോധത്തോടെ ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ ആ മനുഷ്യരൊക്കെയും നിഴൽക്കാഴ്ചകളായി പോയതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതൊരു സ്വാഭാവികത മാത്രമാണ്. ആ സ്വാഭാവികത വേണമെങ്കിൽ നമുക്ക് എം ടിയിലും ആരോപിക്കാം. എം ടിയുടെ സാഹിത്യത്തിനകത്തും അത്തരമൊരു അനുഭവങ്ങളുടെ ഒരു ചുരുക്കം അതിനകത്തും ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാവും. പക്ഷേ ഈ കീഴാളം എന്ന വാക്കിനെ ഇപ്പോൾ ആന്റോണിയോ ഗ്രാംഷിയെ പോലുള്ളവർ സബാൾട്ടേൺ എന്നുള്ള വാക്ക് വിശദീകരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു സാംസ്കാരിക മേധാവിത്വത്തിനകത്ത് അപകർഷം അനുഭവിക്കുന്ന ഇൻഫീരിയറായി നിൽക്കുന്ന മനുഷ്യന്മാരെങ്ങനെയാണ് അകറ്റി നിർത്തപ്പെടുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് വിവേചനം അനുഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഗ്രാംഷി പറയുന്നുണ്ട്. അത്തരത്തിൽ കീഴാളം എന്ന വാക്കിനെ അതിൻ്റെ ഒരു സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ സന്ദർഭത്തിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്തിയാൽ, നമ്മൾ പലപ്പോഴും കീഴാളം എന്ന് വിളിക്കാറുള്ളത് ജാതീയമായ ഒരു ശ്രേണീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പലപ്പോഴും കീഴാളം എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ അതിൽ നിന്നങ്ങ് മാറ്റി നിർത്തിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അർത്ഥത്തിലും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മട്ടിൽ വിവേചനം അനുഭവിക്കുന്ന മനുഷ്യരെ നമ്മൾ ആ വാക്കിൻ്റെ പരിസരത്തേക്ക് അർത്ഥപരിസരത്തേക്ക് ചേർത്താൽ എം ടിയുടെ കഥാപാത്രങ്ങൾ ഒന്നാകെ ഒരു കുത്തൊഴുക്ക് പോലെ ആ വാക്കിൻ്റെ അടിയിലേക്ക് വരുന്നത് നമുക്ക് കാണാനാവും. എം ടി എഴുതിയത് ഭൂരിപക്ഷവും കീഴാളരായ മനുഷ്യരെക്കുറിച്ചാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാതുമുറിച്ച മീനാക്ഷിയിടത്തിയും ഭ്രാന്തൻ വേലായുധനും ഗോവിന്ദൻകുട്ടിയും അപ്പുണ്ണിയും സേതുവുമൊക്കെ ഒരർത്ഥത്തിൽ പല മാനങ്ങളുള്ള കീഴാളത അനുഭവിച്ച മനുഷ്യരാണ്. പക്ഷേ ആ കീഴാളതയ്ക്കൊരു സവിശേഷതയുള്ളത്, ആ കീഴാളത അവരുടെ സാമൂഹിക ശ്രേണീകരണത്തിലുള്ള അവരുടെ ഉയർന്ന പദവി അവർക്ക് നൽകുന്ന ഒരു സുരക്ഷിതത്വത്തിനകത്താണ് ഇത് എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടിയെടുത്തിയെക്കുറിച്ച് പറയുമ്പോൾ കുട്ടിയെടുത്തിയുടെ വൈരൂപ്യം എങ്ങനെയാണ് ആ കുടുംബത്തിനകത്ത് പോലും അവരെ അകറ്റി നിർത്തുന്നത്. അവർ ഒരു വെളുത്ത മുണ്ടിൽ പോയി തൊടുന്ന സമയത്ത് പോലും അത് ആ മുണ്ട് ചെളിയാവും അല്ലെങ്കിൽ ആ മുണ്ട് കരിയാവും എന്ന് പറഞ്ഞ് അവരെ പരിഹസിക്കുന്നത്, അവരെ ആക്ഷേപിക്കുന്നത് ഒക്കെ നമ്മൾ ആ ഒരു കീഴാളത്വം, കുട്ടിയെടുത്തി അനുഭവിക്കുന്ന ഒരു കീഴാളത്വം മുഴുവൻ നമ്മൾ കാണുമ്പോഴും കുട്ടിയെടുത്തിക്കൊരു പ്രണയമുണ്ടാകുമ്പോൾ, തന്നിൽ താണ ജാതിക്കാരനുമായി ഒരു പ്രണയമുണ്ടാകുമ്പോൾ ആ ബന്ധത്തിൽ കുട്ടിയെടുത്തി ഒരു മേലാളത്വം അനുഭവിക്കുന്നത് നമുക്ക് കാണാനാവും. ആ ബന്ധത്തിലൊരു മേധാവിത്വം കുട്ടിയെടുത്തിക്കാണ്. അഥവാ
തങ്ങളുടെ സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ സുരക്ഷിതത്വത്തിനകത്താണ് ഈ മനുഷ്യരൊക്കെയും കീഴാളത്വം അനുഭവിക്കുന്നത് എന്നർത്ഥം. അത്തരത്തിൽ അനുഭവിച്ച കീഴാളത്വമാണ് എം ടി കഥകളുടെ ഈ പറയുന്ന സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ഒരു തണൽ മുകളിൽ നിൽക്കുമ്പോഴും അതിനകത്ത് മനുഷ്യരെങ്ങനെയാണ് കീഴാളരായി തീർന്നത്, ആ കീഴാളത്വത്തിൻ്റെ സംഘർഷങ്ങളും അതിൻ്റെ വേദനകളും അതിൻ്റെ വൈകാരികതകളുമായിരുന്നു എം ടിയുടെ സാഹിത്യത്തിൽ ഭൂരിപക്ഷവും. ഇങ്ങനെയല്ലാതെ ഈ പൊതു അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി സാമൂഹികമായും ആന്തരികമായും കീഴാള നിലയിൽ കഴിയാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹം എം ടിയുടെ ഒരു കൃതിയിൽ വരുന്നത് രണ്ടാമൂഴത്തിലാണ്. രണ്ടാമൂഴത്തിൽ ഇന്ത്യയിലെ ആദിമ ജനതയുടെ ഒരു വളരെ വ്യത്യസ്തമായ വേറിട്ട ഒരു സാന്നിധ്യമുണ്ട്. ആ ജനതയെ അകംപുറം നോട്ടങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു എഴുത്തുകാരനുണ്ട് രണ്ടാമൂഴം എന്നുള്ള നോവലിൽ. രണ്ടാമൂഴം നമുക്കറിയാവുന്നതുപോലെ മഹാഭാരതത്തിൻ്റെ പുനരാഖ്യാനമാണ്. കേവലം മഹാഭാരതത്തിൻ്റെ പുനരാഖ്യാനം എന്നല്ല പറയേണ്ടത്. മഹാഭാരതത്തിൻ്റെ ഒരു സബാൾട്ടേൺ നോട്ടമാണ്, ഒരു കീഴാള നോട്ടമാണ് യഥാർത്ഥത്തിൽ രണ്ടാമൂഴം എന്ന് പറയുന്ന നോവൽ. ഈ മഹാഭാരതത്തിന് മാത്രമല്ല രാമായണത്തിനും ഇതിഹാസങ്ങൾക്കൊക്കെയും യഥാർത്ഥത്തിൽ നിരന്തരം അഴിച്ചു പണിയാനാവുന്ന, നിരന്തരം നവീകരിക്കാനാവുന്ന ഒരു ഘടനയാണ് അതിന് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. വാമൊഴി വഴക്കത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട മഹാഭാരതം എന്ന് പറയുന്ന ഒരു കൃതിയുടെ ഒരു നീണ്ട ചരിത്ര ജീവിതം നമ്മുടെ മുമ്പിലുണ്ട് ഇന്ത്യയിൽ. എങ്ങനെയാണ് വാമൊഴിയായി പടർന്ന കഥകൾ ജയസംഹിതയാവുന്നത് എന്നും, ആ ജയസംഹിത എങ്ങനെയാണ് ഭാരതമാവുന്നത് എന്നും, ആ ഭാരതം എങ്ങനെയാണ് മഹാഭാരതമാകുന്നത് എന്നും, ആ മഹാഭാരതം പിന്നെയും പലതരം പാഠഭേദങ്ങൾക്കിണങ്ങുന്ന മട്ടിൽ എതിർബലതന്ത്രങ്ങളെ കൂടി സ്വാംശീകരിക്കുന്ന, പലതരത്തിലുള്ള വിരുദ്ധ പാഠങ്ങൾക്ക് കൂടി നിലനിൽക്കാനാവുന്ന ഒരു വലിയ കഥാപടലമായിട്ട് എങ്ങനെയാണത് മാറുന്നത് എന്നുള്ളതും ഒക്കെ ഈ പറയുന്ന ഇതിഹാസങ്ങളുടെ ഒരു ചരിത്ര ജീവിതമാണ്. അത് നമ്മുടെ മുമ്പിലുണ്ട്. റോമില ഥാപ്പർ ഭാരതത്തിൻ്റെ ഈ പറയുന്ന ഘടനാപരമായ നവീകരണത്തെക്കുറിച്ച് ശാകുന്തളോപാഖ്യാനത്തെ മുൻനിർത്തിയിട്ട് പറയുന്നുണ്ട്. മഹാഭാരതത്തിലെ ശാകുന്തളോപാഖ്യാനം എങ്ങനെയാണ് വിവിധ കാലങ്ങളിൽ വിവിധ സാമൂഹിക ബോധങ്ങൾക്കനുസൃതമായി, വിവിധ രാഷ്ട്രീയ ബോധങ്ങൾക്കനുസൃതമായി നിരന്തരം അത് പൊളിച്ചെഴുതപ്പെട്ടത് എന്നുള്ളത് ഥാപ്പർ വിശദീകരിക്കുന്നുണ്ട്. മഹാഭാരതത്തിലെ ശകുന്തള തന്നെയും തൻ്റെ കുഞ്ഞിനെയും ഉപേക്ഷിച്ച ദുഷ്യന്തൻ്റെ മുമ്പിൽ ചെന്നു നിന്ന് തൻ്റേതായ ന്യായവാദങ്ങൾ, തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ന്യായമായി വാദിക്കുന്ന ഒരു സ്ത്രീയാണ്. തൻ്റെ കുഞ്ഞിനെ ദുഷ്യന്തൻ തൻ്റെ പുത്രനായി അംഗീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് ശകുന്തള മഹാഭാരതത്തിൽ. അവിടെ വളരെ കൃത്യമായി തൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഒരു സ്ത്രീ സംസാരിക്കുന്നത് നമുക്ക് കാണാനാകും. പക്ഷേ ആ കാലത്തിന് ശേഷം ആണ് നമുക്കറിയാവുന്നതുപോലെ അഭിജ്ഞാന ശാകുന്തളം ഉണ്ടാവുന്നത്, കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം ഉണ്ടാവുന്നത്. അഭിജ്ഞാന ശാകുന്തളത്തിലേക്ക് എത്തുമ്പോഴേക്ക് ശകുന്തളയുടെ ചിത്രം തന്നെ ആകെ മാറുന്നുണ്ട്. പിതൃപുത്ര വംശപാരമ്പര്യ ക്രമത്തിലൂന്നിയ ഒരു സാമൂഹ്യ ഘടന നിലനിന്നിരുന്നതിൽ നിന്ന് മാറിയിട്ട് ഹിന്ദു കുലസ്ത്രീ എന്ന് പറയുന്ന ഒരു സങ്കല്പം രൂപം കൊള്ളുന്ന ഗുപ്തരാജവംശത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുന്ന കാലത്താണ് അഭിജ്ഞാന ശാകുന്തളം ഉണ്ടാവുന്നത്. അവിടെ ദുഷ്യന്തൻ്റെ രാജധാനിയിലെത്തുന്ന ശകുന്തള അങ്ങേയറ്റം ലജ്ജിതയാണ്. അവൾ തൻ്റെ കുലവംശമഹിമയ്ക്കൊത്തവണ്ണമുള്ള മൗനം പാലിച്ചാണ് നിൽക്കുന്നത്. അവളുടെ ശബ്ദം അവിടെ അടക്കി വയ്ക്കപ്പെട്ട ശബ്ദമാണ്. ഒരു വിധത്തിലുള്ള ഇടപെടൽ ശേഷിയും പ്രകടിപ്പിക്കാത്ത ഒരു ശകുന്തളയെ നമ്മൾ അതിനകത്ത് കാണും. പിന്നെയും പല കാലങ്ങളിൽ പല മട്ടിൽ, വിശേഷിച്ചും നമ്മുടെ ഓറിയൻ്റലിസ്റ്റ് ചരിത്ര പാഠങ്ങളൊക്കെ രൂപം കൊള്ളുന്ന, സാഹിത്യ പുനരാഖ്യാനങ്ങളൊക്കെ രൂപം കൊള്ളുന്ന ഘട്ടത്തിൽ പിന്നെയും ശകുന്തള എങ്ങനെയാണ് ഈ പറയുന്ന ഒരു വിക്ടോറിയൻ സദാചാര മാതൃകയിലുള്ള നായികയായിട്ട് മാറുന്നത്, അവളെങ്ങനെയാണ് ഒരു നിയന്ത്രിത കുലീന സ്ത്രീ മാതൃകയായിട്ട് മാറുന്നത്, അവളെങ്ങനെയാണ് ഒരു ആശ്രമകന്യകയായിട്ട് മാറുന്നത് തുടങ്ങിയിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ റോമില ഥാപ്പർ അതിന് ഉദാഹരിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന
ഇതിഹാസങ്ങളുടെ പുനർവായനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 ചരിത്രഘട്ടം എന്ന് പറയുന്നത് കോളനി ആധുനികതയുടെ ഘട്ടമാണ്. കോളനി ആധുനികത ഇന്ത്യയിലെത്തുകയും അതിൻ്റെ ഒരു ആശയലോകം ഇന്ത്യയിലാകെ വ്യാപിക്കുകയും ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അസ്വസ്ഥപ്പെടുത്തിയത് ആരെയായിരിക്കും? അത് തീർച്ചയായും ഇന്ത്യയിലെ വരേണ്യ ജനവിഭാഗങ്ങളെയാണ് അസ്വസ്ഥപ്പെടുത്തുക. കാരണം ഈ കോളനി ആധുനികത മുന്നോട്ട് വെച്ച ആശയലോകമുണ്ടല്ലോ, അത് സമത്വത്തെക്കുറിച്ചുള്ള ഒരു ആശയലോകമാണ്, സ്വാതന്ത്ര്യത്തെയും സാഹോദര്യത്തെയും കുറിച്ചുള്ള ഒരു ആശയലോകമാണ്. അത്തരം ഒരു ആശയലോകം ഒരുപക്ഷെ നിലനിൽക്കുന്ന ഇന്ത്യൻ വിചാര മാതൃകയ്ക്കകത്ത് വളരെ എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ആർക്ക്? വരേണ്യ വിഭാഗങ്ങൾക്ക്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ ക്രമം രൂപപ്പെടുത്തിയിരിക്കുന്നത് അസമത്വത്തിൻ്റെ മൂശയിലാണ്. അസ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യമില്ലായ്മയുടെയും ഒരു ജീവിതക്രമത്തിനകത്തു മാത്രമാണ് ഈ പറയുന്ന സാമൂഹിക ശ്രേണീകരണം, ജാതി ശ്രേണീകരണം ഇതേ മട്ടിൽ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുതിയ ആശയലോകം ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തിയിരിക്കുക സ്വാഭാവികമായിട്ടും ഈ മനുഷ്യരെയാണ്. അവരെങ്ങനെയാണ് അതിനെ നേരിട്ടത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയിലെ കീഴാള പഠിതാക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് പാർത്ഥോ ചാറ്റർജി എങ്ങനെയാണ് ഇന്ത്യൻ മേൽജാതി സമൂഹം എങ്ങനെയാണ് ഈ പുതിയ കോളനി ആധുനികത മുന്നോട്ട് വെച്ച ഒരു ആശയലോകത്തെ സ്വീകരിച്ചത് എന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അവർ തങ്ങൾക്കുള്ളിൽ തന്നെ രണ്ട് ലോകങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ്, ഒരു അകം ലോകത്തെയും ഒരു പുറം ലോകത്തെയും സൃഷ്ടിച്ചുകൊണ്ടാണ് അവരതിനെ നേരിട്ടത് എന്ന് പറയുന്നുണ്ട്. പുറം ലോകത്ത് അവർ സ്വാഭാവികമായും ഈ കോളനി ആധുനികത മുന്നോട്ട് വെച്ച പുതിയ ആധുനീകരിക്കപ്പെട്ട ആശയലോകത്ത് അവർ സ്വാംശീകരിച്ചു, അവർ ഉൾക്കൊള്ളുന്നതായി നടിക്കുകയെങ്കിലും ചെയ്തു. സമത്വത്തിനെതിരായി സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല, സ്വാതന്ത്ര്യത്തിനെതിരായി സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അതിനെ അവർ സ്വീകരിക്കുന്നതായി ഭാവിച്ചു. ഉള്ളിൽ അകം ലോകത്ത് സ്വാഭാവികമായും തങ്ങളുടെ പാരമ്പര്യ ബോധത്തെ വളരെ സുരക്ഷിതമായി അവർ സൂക്ഷിക്കുകയും ചെയ്തു. ഇതിനെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പുറംലോകത്തെ തങ്ങളുടെ പുറംലോകവും അകൽലോകവും തമ്മിലുള്ള ഈ സംഘർഷം ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും തങ്ങളുടെ ആചാരബദ്ധമായ ജീവിതത്തെ കുറേയൊക്കെ അവർക്ക് പരിഷ്കരിക്കേണ്ടി വരും. അത്തരത്തിൽ പരിഷ്കരിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുമായിട്ട് ഇന്ത്യൻ ജനതയ്ക്കിടയിൽ വളരെ വ്യാപകമായി നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന സതി നിരോധനം ഒക്കെ ഉണ്ടാവുന്നത്. സതി നിരോധനത്തിന് വേണ്ടിയുള്ള ആവശ്യം, വിധവാ വിവാഹത്തിന് വേണ്ടിയുള്ള ആവശ്യം, സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ആവശ്യം, ശൈശവ വിവാഹത്തെ നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യം, ഇത്തരം ആവശ്യങ്ങളൊക്കെ ഇതൊക്കെ ആചാരപരമായ കാര്യങ്ങളായിരുന്നു. അവയൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടന്ന ശ്രമങ്ങൾ എന്ന് പറയുന്നത് കൊളോണിയൽ ആധുനികത മുന്നോട്ട് വെച്ച ഒരാശയലോകത്തിനനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള മനുഷ്യരുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ആയിരുന്നു അത്. അതേ മട്ടിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പുരാണേതിഹാസങ്ങളുടെ പുനർവായനകളും ആ സമയത്ത് വളരെ കൂടുതലുണ്ടാകുന്നത്. പുരാണേതിഹാസങ്ങൾക്കകത്ത്, ആ ഇതിഹാസ പാഠങ്ങൾക്കകത്ത് സ്വാഭാവികമായും അത്രയും കാലം ശബ്ദമില്ലാതിരുന്ന മനുഷ്യർക്ക് ശബ്ദം കിട്ടിത്തുടങ്ങുന്നത് ഈ പറയുന്ന പുതിയ കോളനി ആധുനികത മുന്നോട്ട് വെച്ച സമത്വത്തെക്കുറിച്ചുള്ള പുതിയ പാഠങ്ങളുടെ വെളിച്ചത്തിലാണ്. അങ്ങനെയാണ് കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീത എഴുതുക. ഇരട്ടക്കുട്ടികളെ ഗർഭം ധരിച്ചുകൊണ്ട് കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട സീത ആ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു വളർത്തി വലുതാക്കി. ലവകുശന്മാർ രാമായണ പാഠം വാൽമീകിയിൽ നിന്ന് അഭ്യസിച്ച് അത് പാടി നടക്കുമ്പോൾ അവരെ കണ്ടെത്തിയ ലക്ഷ്മണൻ അവരെയും കൂട്ടി വാൽമീകി മഹർഷിയോടൊത്ത് അയോധ്യയിലേക്ക് പോകുമ്പോൾ അന്ന് ആശ്രമപാഠത്തിൽ സീത ഒറ്റയ്ക്കേ ഉള്ളൂ എന്നിടത്ത് വാൽമീകി രാമായണം അവിടെ അവസാനിക്കും. പിന്നെ വാൽമീകി രാമായണത്തിൻ്റെ ഫോക്കസ് ക്യാമറ പോകുന്നത് അയോധ്യ രാജധാനിയിലാണ്. അവിടെ ഈ കുഞ്ഞുങ്ങളും അച്ഛനും തമ്മിലുള്ള കണ്ടുമുട്ടലിലേക്കാണ്. പക്ഷേ ഇവിടെ ഒറ്റയ്ക്കായ സീതയുണ്ടല്ലോ ആശ്രമത്തിൽ, ആ സീത അന്ന് എന്ത് ചെയ്യുകയായിരിക്കും എന്നുള്ള ആലോചനയുണ്ടല്ലോ. ആ ആലോചന ആശാൻ നടത്തുന്നത് ഈ പുതിയ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിലാണ്. ശബ്ദമില്ലാതായി പോയ സീതയുണ്ട് അവിടെ, പക്ഷെ അവൾക്ക് ശബ്ദമുണ്ടാവാമല്ലോ, അവൾ അന്ന് വിചാരിച്ചിട്ടുണ്ടാവാമല്ലോ, അവളുടെ മനസ്സ് അന്ന് എന്തെല്ലാം സംഘർഷങ്ങളോടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക എന്നൊരു ആലോചന വരുന്നത് അങ്ങനെയാണ്. അത് മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും ഇന്ത്യൻ ഭാഷകളിലൊക്കെ ഇത്തരത്തിലുള്ള ഇതിഹാസങ്ങളുടെ പുനർവായനകൾ ഉണ്ടാകുന്നുണ്ട്. ഭൂമികന്യാ സീത പോലുള്ള ബംഗാളി ഭാഷയിലുണ്ടായ നാടകമൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. അത്തരത്തിൽ ഇതിഹാസങ്ങളുടെ ഒരു വലിയ പുനർവായന
നിശബ്ദതകളുടെ പൂരിപ്പിക്കൽ. നിശബ്ദതകൾ എന്നല്ല യഥാർത്ഥത്തിൽ പറയേണ്ടത്, അത് ശബ്ദമില്ലായ്മയല്ല, മറിച്ച് ശബ്ദങ്ങളുടെ അദൃശ്യതയാണ്. ശബ്ദം അവിടെയുണ്ട്, ശബ്ദം അവിടെയുണ്ട്. സീത അന്ന് വിചാരിച്ചു കാണണം, സീതയുടെ വിചാരങ്ങളും സീതയുടെ മനസ്സിൻ്റെ ശബ്ദങ്ങളും അവിടെ ഉണ്ട്, പക്ഷേ അത് അദൃശ്യമായിരുന്നു. എന്നാൽ ഈ പുതിയ ബോധ്യങ്ങളുടെ വെളിച്ചം വരുമ്പോൾ അത് മുഴുവൻ ദൃശ്യമാവുകയാണ്. യഥാർത്ഥത്തിൽ MTയുടെ ഇത്തരമൊരു കൃതി വരുമ്പോൾ, രണ്ടാം ഊഴം എന്ന് പറയുന്ന കൃതി വരുമ്പോൾ, ആ കൃതിയുടെ തുടക്കത്തിൽ അതിൻ്റെ ഫലശ്രുതിയായിട്ട് MT എഴുതി വച്ചിട്ടുണ്ട്, മഹാഭാരതത്തിലെ ചില മാനുഷിക പ്രതിസന്ധികളാണ് തൻ്റെ പ്രമേയം എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ മാനുഷിക പ്രതിസന്ധികൾ എന്നത് അടിവരയിട്ട് വായിക്കേണ്ട ഒരു വാക്കാണ്. യഥാർത്ഥത്തിൽ സൂതരും മാഗധരും പാടിപ്പോന്ന കഥകളാണ് യഥാർത്ഥത്തിൽ മഹാഭാരതം. ഭാരതത്തിനകത്തെ കഥകൾ മുഴുവൻ ഈ പറയുന്ന സൂതരും മാഗധരും തെരുവുകൾ തോറും പാടി നടന്ന കഥകളാണ്. ഈ കഥകളിൽ സ്വാഭാവികമായി വാഴ്ത്തുകൾക്ക്, കീർത്തനങ്ങൾക്ക് മിഴിവ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് മാനുഷികതയുടെ അതിരുകൾ ഭേദിക്കേണ്ടി വരും. മാനുഷികതയുടെ അതിരുകൾ ഭേദിച്ച് മടമ്പ് മണ്ണിൽ തൊടാത്ത മനുഷ്യരായിട്ട്, അതിമാനുഷ്യരായിട്ടാണ് ഈ കഥാപാത്രങ്ങളെ ഈ പറയുന്ന മനുഷ്യർ തങ്ങളുടെ പാട്ടുകളിൽ അവതരിപ്പിക്കുന്നത്. തെരുവുകൾ തോറും പാടി നടന്നിരുന്ന വിഭാഗങ്ങൾ, ആ പാടി നടന്നിരുന്ന വിഭാഗങ്ങളിൽപ്പെട്ട, അവരുടെ പാട്ടുകളിൽപ്പെട്ട ഈ പറയുന്ന അതിശായന രൂപങ്ങളായി, അധികായ രൂപങ്ങളായിട്ട്, മനുഷ്യരല്ലാത്ത അസാമാന്യമായ ഒരു മനുഷ്യരായിട്ട്, വിത്തിൻ കോഡ്സ് മനുഷ്യരായിട്ട് നിൽക്കുന്ന ഈ കഥാപാത്രങ്ങളെ മണ്ണിൽ തൊടുവിക്കുക എന്നതാണ് മാനുഷിക പ്രതിസന്ധി എന്ന് പറയുന്നത്. അവർ മണ്ണിൽ തൊടാത്ത കാലത്തോളം, അവർ ഉയർന്നു നിൽക്കുന്ന കാലത്തോളം, അവർ മണ്ണിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന കാലത്തോളം, അവർ ആകാശത്തോളം മുട്ടി വളർന്നു നിൽക്കുന്ന കാലത്തോളം മാനുഷികതയുടെ, മനുഷ്യത്വത്തിൻ്റെ പ്രതിസന്ധികൾ, മനുഷ്യത്വത്തിൻ്റെ വൈകാരികതകൾ, മനുഷ്യത്വത്തിൻ്റെ നൈതികതകൾ അവർക്ക് ബാധകമല്ല. പക്ഷേ അവരേത് നിമിഷമാണോ അവരുടെ കാലുകൾ മണ്ണിൽ തൊടുന്നത്, അവരെപ്പോൾ മുതലാണോ സാധാരണ മനുഷ്യരെന്നുള്ള മട്ടിൽ ചിത്രീകരിക്കപ്പെടുന്നത്, അപ്പോൾ മുതൽ അവർ മനുഷ്യൻ എന്ന് പേരുള്ള നമ്മളുടെയൊക്കെ വൈകാരികതകളെയും നമ്മളുടെയൊക്കെ നൈതികതകളെയും അവരും അഭിമുഖീകരിക്കേണ്ടി വരും. അവർക്ക് മേൽ പടുത്തു കിട്ടപ്പെട്ടിട്ടുള്ള മുഴുവൻ അതിശായന ആലങ്കാരികതകളും അത് ആലഭാരങ്ങളും ഒക്കെയും അങ്ങ് ഇല്ലാതായിത്തീരും. പിന്നെ അവർ സാധാരണ മനുഷ്യരാവും. അതിനെയാണ് MT മാനുഷിക പ്രതിസന്ധികൾ എന്ന് വിളിക്കുന്നത്. ഭീമൻ്റെ നോട്ടമാണ് രണ്ടാം ഊഴം എന്നുള്ളത് നമുക്കറിയാം. ഭീമനാണ് നോക്കുന്നത്, ഭീമൻ്റെ കണ്ണിലൂടെയാണ് ഭാരതത്തിൻ്റെ കഥ മുഴുവൻ MT ആ നോവലിനകത്ത് അവതരിപ്പിക്കുന്നത്. ഭീമസേനൻ ഈ കഥകളെക്കുറിച്ച്, സൂതരും മാഗധരും തങ്ങളെക്കുറിച്ചടക്കം പാടി നടന്ന കഥകളെക്കുറിച്ച് ലജ്ജയോട് കൂടിയിട്ട് ഭീമസേനൻ ഓർക്കുന്നതിനെക്കുറിച്ച് MT എഴുതുന്നുണ്ട്. താൻ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് അറിയാണ്ട് താഴേക്ക് വീണുപോയെന്നും പെട്ടെന്ന് എടുത്തപ്പോൾ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് അമ്മ ആശ്വസിച്ചു എന്നുമുള്ള കഥ ഭീമസേനൻ അമ്മയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ തിരിച്ച് ഹസ്തിനപുരത്തിൽ വരുന്ന സമയത്ത് അവിടെ കേട്ടിട്ടുള്ള കഥ, ആ കുന്തിദേവിയുടെ കയ്യിൽ നിന്ന് ഭീമസേനൻ താഴെ വീണു, പാറപ്പുറത്തേക്കാണ് വീണത്, ആ പാറ പൊട്ടി പിളർന്നുപോയി എന്നാണ്. അപ്പോൾ ഈ കഥ താൻ അമ്മയിൽ നിന്ന് കേട്ടിട്ടുള്ള കഥ ഹസ്തിനപുരത്തിലെത്തിയപ്പോഴേക്ക് ഇത്രമേൽ ഇത്രമേൽ ഒരു വലിയ, നമുക്ക് സങ്കല്പിക്കാനാവാത്ത വലിപ്പം അതിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്, ഭീമസേനൻ എന്നുള്ള കുഞ്ഞിൻ്റെ ശക്തിയെക്കുറിച്ച്, ആ കുഞ്ഞിൻ്റെ വലിപ്പത്തെക്കുറിച്ച്, അതിൻ്റെ അധികായത്വത്തെക്കുറിച്ചിട്ട് ഉള്ള ഇങ്ങനെ പെരുപ്പിച്ചു കൂട്ടിയ കഥകളുടെ ഒരു വലിയ പ്രവാഹം തനിക്ക് മേലുണ്ടായിരിക്കുന്നു എന്ന് ആദ്യം തിരിച്ചറിയുന്നത് ഭീമസേനനാണ്. കാരണം ഭീമസേനൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനാണ്. രണ്ടാം ഊഴത്തിൽ മനുഷ്യനായ ഭീമസേനന് ലജ്ജ തോന്നുന്നത്, അയാൾ സ്വയം ഉപഹസിച്ച് ചിരിക്കുന്നത്, എൻ്റെ രണ്ടാമത്തെ ദ്വന്ദ്വയുദ്ധത്തെക്കുറിച്ച് സൂതർ പറഞ്ഞ കഥകൾ കേട്ട് ഞാൻ തന്നെ ചിരിച്ചുപോയി എന്ന് MT ഭീമസേനൻ്റെ വാക്കുകളായിട്ട് എഴുതുന്നുണ്ട്. അങ്ങനെ സ്വയം ഉപഹസിക്കാനാവുന്ന, സ്വയം ലജ്ജിക്കാനാവുന്ന അവസ്ഥ തന്നെക്കുറിച്ച് കേട്ട കഥകളെക്കുറിച്ച് ഭീമസേനൻ ഉണ്ടാകുന്നത് ഭീമസേനൻ മനുഷ്യത്വത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് എന്നർത്ഥം. അങ്ങനെ മനുഷ്യനായി തീർന്ന ആ ഭീമസേനൻ എന്ന മനുഷ്യൻ്റെ ഇടനില പ്രതിസന്ധികളാണ് യഥാർത്ഥത്തിൽ രണ്ടാം ഊഴം എന്ന് പറയുന്ന നോവൽ. ഇടനിലയിൽ നിൽക്കുന്ന മനുഷ്യരുടെ, മധ്യത്തിൽ നിൽക്കുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് കർത്തൃത്വത്തിൽ എത്താൻ കഴിയില്ല എന്നുള്ള, അവർക്കൊരു സബ്ജക്റ്റിവിറ്റിയിലേക്ക് എത്താൻ കഴിയാതെ പോകുമെന്നുള്ളതാണ്. ഏതാണ് തങ്ങളുടെ പൊസിഷൻ എന്നുള്ള കൃത്യമായൊരു നിലപാടെടുക്കാൻ കഴിയാതെ പോകുമെന്നുള്ളത്.
അത് ഇടനിലയിൽ നിൽക്കുന്ന പൊതുവെ മധ്യവർഗ മനുഷ്യരുടെയൊക്കെ ഒരു വലിയ പ്രതിസന്ധിയാണ് കേട്ടോ അത്. മധ്യവർഗ മനുഷ്യരുടെയൊക്കെ ഒരു വലിയ പ്രതിസന്ധി അതാണ് ഈ ഇടനില പ്രതിസന്ധി എന്ന് പറയുന്നത്. അത്തരമൊരു പ്രതിസന്ധിക്ക് പ്രതിസന്ധി ഈ നോവലിനകത്ത് ആവിഷ്കരിക്കപ്പെടുന്നതിനകത്ത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രവുമായിട്ട് അതിനൊരു ബന്ധമുണ്ട്. MT എന്തുകൊണ്ട് ഈ ഒരു കഥ എഴുതുന്നു എന്നതിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നമുക്കറിയാം, സംബന്ധങ്ങളുടെ ഒരു അയഞ്ഞ ഘടനയ്ക്ക് അകത്ത് നിൽക്കുന്ന ഒരു മാതൃദായ ക്രമവും ആ മാതൃദായ ക്രമത്തിൽ ഊന്നി ജാതി ശ്രേണീകരണത്തിൽ അത്തരം മനുഷ്യർക്ക് ലഭിക്കുന്ന ചില ഉയർച്ചകളും ഇതെല്ലാം കൂടി ചേർന്ന ഒരു സാമൂഹ്യ ക്രമീകരണം കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അത്തരമൊരു കാലഘട്ടത്തിൽ ഈ സംബന്ധ സമ്പ്രദായം നമുക്കറിയാവുന്നതുപോലെ ഒരു അയഞ്ഞ ക്രമമാണ്, ഒരു അയഞ്ഞ ദാമ്പത്യക്രമമാണത്. അതിനകത്ത് ഏത് സമയത്ത് വേണമെങ്കിലും സംബന്ധത്തിൽ നിന്ന് ചിലപ്പോൾ താങ്കൾ പുറത്താക്കപ്പെട്ടേക്കാം, ഏത് സമയത്തും പുറത്താക്കപ്പെട്ടേക്കാം. വേറൊരാൾ ഒരുപക്ഷെ സംബന്ധത്തിന് വരുമ്പോൾ തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം എന്നൊരു സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് പോലെ അതൊരു വൈകാരിക പ്രശ്നമേ ആയിരുന്നില്ല കേരളത്തിൽ. ആധുനികതയ്ക്ക് ശേഷം വ്യക്തി രൂപപ്പെടുന്നതോട് കൂടിയിട്ട് മാത്രമാണ് ഇതൊക്കെ ഒരു വൈകാരിക പ്രശ്നമാവുന്നത്. അല്ലാത്തടത്തോളം കാലം അതൊരു വൈകാരിക പ്രശ്നമേ അല്ല. കേരളത്തിൽ അതൊരു വൈകാരികതയായിരുന്നില്ല. പക്ഷേ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കോളനി ആധുനികത മുന്നോട്ട് വെച്ച ഈ ഒരു ആശയലോകം ഉണ്ടല്ലോ, അതിനകത്തൊരു പുതിയ സ്ത്രീ ഉണ്ട്, അതിനകത്തൊരു പുതിയ പുരുഷനുണ്ട്. ഈ പുതിയ സ്ത്രീയും പുതിയ പുരുഷനും ഒക്കെ വരുന്നതോട് കൂടിയിട്ട് നമ്മൾ ഇതുവരെ കണ്ടതുപോലെയല്ല, പിന്നീട് ഇതൊക്കെ പ്രശ്നമാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ഈ ഇത്തരം കുടുംബങ്ങൾക്കകത്തുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു കുടുംബഘടനയിൽ നിന്ന് പുറത്തു കടക്കുക എന്നുള്ളതും തറവാട്ടിൽ നിന്ന് ഭാഗം വാങ്ങി തങ്ങളുടേതായ ഒരു പിതൃപുത്രക്രമത്തിൽ ഊന്നിയ ഒരു പുതിയ കുടുംബഘടനയെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതുമാണ്. അതൊരു ദൃഢമായ കുടുംബഘടനയാണ്. ആ കുടുംബഘടനയ്ക്കകത്ത് താങ്കൾക്കൊരു കർത്തൃത്വം ഉണ്ടായിരിക്കും. ഇതിനകത്തൊരു കർത്തൃത്വം ഇല്ല. അപ്പോൾ കർത്തൃത്വം ഇല്ലാത്ത, സബ്ജക്റ്റിവിറ്റി ഇല്ലാത്ത ഈ നിലനിൽക്കുന്ന സാമൂഹ്യ ക്രമത്തിൽ നിന്നുള്ളൊരു മാറ്റവും അത് മാറിയിട്ട് കുറെ കൂടി തങ്ങൾക്ക് കർത്തൃപദവി ലഭിക്കുന്ന ഒരു പുതിയ സാമൂഹ്യ ക്രമത്തിൻ്റെ ഉദയവും ഈ പറയുന്ന തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തെ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുണ്ടായിരുന്ന ഈ പറയുന്ന പുതിയൊരു സമൂഹത്തെക്കുറിച്ചുള്ള ഈ ഒരു സ്വപ്നമുണ്ടാക്കിയ സംഘർഷങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ ദൃഢമായ ഒരു കുടുംബക്രമത്തിലേക്ക് മാറിയിട്ട് തങ്ങളുടെ സ്വത്ത് പ്രതിസന്ധിയെ, തങ്ങളുടെ കർത്തൃത്വ പ്രതിസന്ധിയെ, തങ്ങളുടെ ഇടനില പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഈ മലയാളി മധ്യവർഗ പുരുഷൻ്റെ ഈ ഒരു പ്രശ്നമുണ്ടല്ലോ, ആ ഒരു സംഘർഷം ഉണ്ടല്ലോ, അതാണ് MTയുടെ നോവലുകൾക്കകത്തുള്ളത് എന്നുള്ളത് നേരത്തെ തന്നെ നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. MTയുടെ നോവലുകൾക്കകത്ത് അത് വളരെ ശക്തമായി അത്തരം ഒരു സംഗതി ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ പറയുന്ന ഇടനില പുരുഷൻ്റെ ഈ വൈകാരിക പ്രതിസന്ധികളിലേക്ക് നായർ പുരുഷത്വത്തെ ഉണർത്തിയ ഈ പറയുന്ന ഒരു പരിഷ്കരണവാദ ആധുനികതയുടെ ആശയമണ്ഡലത്തിലാണ് രണ്ടാം ഊഴം എന്നുള്ള നോവൽ എഴുതപ്പെടുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഭീമസേനൻ്റെ എന്തുകൊണ്ടാണ് നമുക്ക് ആലോചിച്ച് നോക്കാവുന്ന ഒരു കാര്യം ഇതാണ്. അതായത് ഭീമസേനൻ്റെ കണ്ണിലൂടെയാണ് മഹാഭാരതത്തെ രണ്ടാം ഊഴം കാണുന്നത് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് മനുഷ്യനായ ഭീമസേനൻ എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ഏതുതരം മനുഷ്യൻ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമാണ്. ഏതുതരം മനുഷ്യനാണ് ഭീമസേനൻ എന്നുള്ളത്. ഭീമസേനൻ്റെ കാഴ്ച ഈ പറയുന്ന വ്യാസൻ്റെ കാഴ്ചയല്ല. ഗോബ്രാഹ്മണ ഹിതം അനുഷ്ഠിക്കുന്ന തങ്ങളുടെ വംശസ്ഥാപകരുടെ കാഴ്ചയുമല്ലാതെ, തങ്ങളുടെ രാജകുടുംബത്തിൻ്റെ കാഴ്ചയുമല്ലാതെ, പിന്നെയോ അതിൽ നിന്ന് മാറിയിട്ട് കീഴാളത്വം എന്ന് പറയുന്ന ഒരു ബഹുമുഖ സാധ്യതകളുള്ള ഒരു സ്വത്വത്തിൻ്റെ കാഴ്ചയാണത്. അത് ഇവിടെ കീഴാളത്വം എന്ന് പറയുന്നത് വർഗപരമായൊരു നില മാത്രമല്ല, ലിംഗവുമായും വർഗവുമായും വർണ്ണവുമായും വംശവുമായും ജാതിയുമായും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു ബഹുമുഖത്വമാർന്ന ഒരു സങ്കീർണമായ സാമൂഹ്യ സ്ഥാപനം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ കീഴാളത്വം എന്ന് പറയുന്ന സംഗതിയെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭീമനെ സംബന്ധിച്ചിടത്തോളം ഭീമൻ സ്വയമേവ ഒരു കീഴാളത്വം അനുഭവിക്കുന്നുണ്ട്. ആ കീഴാളത്വം എന്താണ്? ആ കീഴാളത്വം എന്ന് പറയുന്നത് ഇടനിലയിൽ നിൽക്കുന്ന രണ്ടാം ഊഴക്കാരൻ്റെ കർത്തൃത്വ നഷ്ടമാണ് ആ കീഴാളത്വം എന്ന് പറയുന്നത്. ഏത് നിമിഷവും തൻ്റെ ഊഴം നഷ്ടപ്പെട്ടേക്കാമെന്നുള്ള ഒരു സാധ്യതയ്ക്ക് മുന്നിലാണ്, അല്ലെങ്കിൽ ഊഴത്തിനകത്ത് ചെല്ലുമ്പോൾ പോലും താൻ പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരു പുരുഷൻ്റെ പ്രതിസന്ധി ഈ പറയുന്ന ഭീമസേനൻ രണ്ടാം ഊഴത്തിനകത്ത് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാം ഊഴത്തിലെ സാമൂഹ്യ ക്രിയകളിലാകെ ഈ ഒരു കീഴാളത്വ നോട്ടം പുരണ്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.
ഇപ്പോൾ രണ്ടാമൂഴത്തിൽ ധാരാളം കീഴാള കഥാപാത്രങ്ങളുണ്ട്. ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദിമ ജനതയിൽപ്പെട്ട കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങൾ ഏതാണ്ട് 99% ഭീമനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അവരെല്ലാവരും ഭീമസേനനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അത് പിന്നെ പലരുമായിട്ടും ഭീമസേനന് ശത്രുതാപരമായിട്ടുള്ള ബന്ധമാണ് ആ നോവലിനകത്തുള്ളത്. പക്ഷേ ശത്രുതാപരമായ ബന്ധമായിരിക്കുമ്പോൾ പോലും അവരുടെ നേർക്ക് ഒരു ആർദ്രത പുരണ്ട നോട്ടം എപ്പോഴും ഈ ഭീമസേനൻ്റെ അടുത്തുന്നുണ്ട്. ഒരുപക്ഷെ മറ്റാർക്കുമില്ലാത്ത ചില നോട്ടങ്ങൾ പിന്നെ ഭീമസേനൻ ഇതിനകത്ത് അനുഭവിക്കുന്നുണ്ട് എന്നർത്ഥം. അത് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അതൊരു എമ്പത്തറ്റിക്കായ നോട്ടമല്ല. തൻ്റെ കീഴാളത്തത്തെ മുൻനിർത്തിയിട്ട് തന്നെ പോലെ തന്നെ അനുഭവിക്കുന്ന കീഴാളത്തമാണ് അവരുടേതെന്ന് കരുതിയിട്ടുള്ള ഒരു എമ്പത്തറ്റിക്കലായ അല്ലെങ്കിൽ ഒരു അനുതാപത്തിൻ്റെ തലത്തിലുള്ള നോട്ടമല്ല. അത് സിമ്പതിയാണ്, സഹതാപമാണ്. കാരണം തൻ്റെ കീഴാളത്വവും അവരുടെ കീഴാളത്വവും തീർത്തും വേറിട്ട നിലകളാണ് എന്നുള്ളത് പിന്നെ ഭീമസേനൻ അറിയാം. തൻ്റെ കീഴാളത്വം താൻ ഈ പറയുന്ന വലിയ ഒരു വംശഗാഥയുടെ തണലിലാണ് താൻ നിൽക്കുന്നത്. അതിൻ്റെ സുരക്ഷിതത്വം മുഴുവൻ അനുഭവിച്ചുകൊണ്ടാണ് താൻ നിൽക്കുന്നത്. പക്ഷേ അതിനകത്ത് താൻ ഒരു കീഴാളത്വം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ കാട്ടാളന്മാരോ അല്ലെങ്കിൽ നിഷാദന്മാരോ നാഗന്മാരോ അവർ ഏത് സമയത്തും ഇരയാക്കപ്പെടാവുന്ന ഈ മനുഷ്യർ, ഒരു ബ്രാഹ്മണ ദ്വേഷം ഉണ്ടായാൽ അപ്പം ഇരയാക്കപ്പെടാവുന്ന ഈ മനുഷ്യർ അനുഭവിക്കുന്ന കീഴാളത്വം എന്ന് പറയുന്നത് താൻ അനുഭവിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളത് ഭീമസേനൻ അറിയാം. അതുകൊണ്ട് തന്നെ അത് എമ്പത്തറ്റിക്കലല്ല, മറിച്ച് സിമ്പത്തറ്റിക്കലായിട്ടുള്ള നോട്ടമാണ് അതിനകത്തുള്ള കീഴാള നോട്ടം എന്നുകൂടി നമ്മൾ പറയേണ്ടി വരും. ഇതിനകത്ത് ഹിഡിംബൻ, ഹിഡിംബി, കിർമീരൻ, ഇങ്ങനെ കുറേ കഥാപാത്രങ്ങൾ നമുക്ക്, ഘടോൽക്കജൻ, ജഡൻ, കുറേ കഥാപാത്രങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അത് ഒരു പക്ഷേ മഹാഭാരതത്തിലുമുണ്ട്. മഹാഭാരതത്തിൽ ഈ പറയുന്ന കഥാപാത്രങ്ങൾക്ക് മഹാഭാരതത്തിലുള്ള ആൾക്കാരാണ്. പക്ഷേ അവിടെ പലപ്പോഴും ഈ മഹാപുരുഷന്മാരുടെ വംശസ്ഥാപനങ്ങളുടെയും യുദ്ധോദ്യുക്തതയുടെയും ഒക്കെ നടുക്ക് പലപ്പോഴും മിന്നിമറഞ്ഞു പോകുക മാത്രം ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. അവർ കേവലം നാമമാത്രങ്ങളോ അല്ലെങ്കിൽ പേര് മാത്രം അങ്ങനെ അവിടെ ഇവിടെയും പരാമർശിക്കുന്നവരോ അല്ലെങ്കിൽ കേവലം ശരീരമാത്രമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നവരോ ആയ ആൾക്കാരാണ്. അവർക്ക് മനസ്സില്ല മഹാഭാരതത്തിൽ. പക്ഷേ രണ്ടാമൂഴത്തിൽ അവർക്കൊരു മനസ്സുണ്ട്. ഈ മനുഷ്യരുടെ മനസ്സ് ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്, ഈ ആദിമ ജനതയുടെ മനസ്സ് ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇപ്പോൾ വനവാസകാലത്ത് കാട്ടിൽ താമസിക്കുന്ന സമയത്താണ് ഭീമസേനൻ ഹിഡിംബിയെ കല്യാണം കഴിക്കുന്നത്. ഹിഡിംബിയെ കല്യാണം കഴിച്ചിട്ട് ഹിഡിംബിയോടൊത്ത് തൻ്റെ ഒരു മധുവിധ കാലമൊക്കെ കഴിയുന്ന സമയത്താണ് കാട്ടിൽ നിന്ന് ഏകചക്രയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനമെടുക്കുന്നത്, പാണ്ഡവന്മാർ തീരുമാനമെടുക്കുന്നത്. ആ സമയത്ത് കുന്തിദേവി ഭീമസേനന് കൊടുക്കുന്നൊരു കൽപ്പന, ഒരു കാരണവശാലും ഹിഡിംബിയെ കൂടെ കൂട്ടാൻ പാടില്ല. കറുത്ത് തടിച്ച ഈ ശരീരമുള്ള ഇവൾ ഒരു കാലത്ത് നമ്മളെ ഒറ്റുകൊടുക്കും, അവളെ ഒളിപ്പിക്കുക എളുപ്പമല്ല, അതുകൊണ്ട് അവളെ ഇവിടെ ഉപേക്ഷിക്കണം എന്ന് ദയാലേശമന്യേ കുന്തി പറയുന്നുണ്ട്. ആ ദയാലേശമന്യേ എന്ന് പറയുന്ന വിശേഷണം ഉണ്ടല്ലോ, അത് കുന്തിക്ക് ബാധകമല്ല. കാരണം ഇവർ ദയ കാണിക്കപ്പെടേണ്ടവരല്ല. മനുഷ്യർ തമ്മിലാണല്ലോ ദയ പോലുള്ള വികാരങ്ങളുള്ളത്. ഇവരെ മനുഷ്യരായിട്ട് പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് ദയ എന്ന് പറയുന്നൊരു സംഗതി അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു കുറ്റബോധവും കൂടാതെ, ഒരു ധാർമ്മിക സംഘർഷവും കൂടാതെ കുന്തിദേവി അത് പറയും. ബാക്കിയുള്ളവരൊക്കെ അത് കേൾക്കും. ധർമ്മദേവനായ ധർമ്മ പ്രതിപുരുഷനായ യുധിഷ്ഠിരനടക്കമുള്ള മറ്റു സഹോദരങ്ങളൊക്കെ അത് കേൾക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഭീമസേനനിൽ മാത്രം ഇത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഈ വാക്ക് ഭീമസേനൻ മാത്രമാണ് രണ്ടാമൂഴത്തിലെ മനുഷ്യൻ. ഭീമസേനൻ തങ്ങൾക്ക് യാത്രയിൽ തങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോകുകയെന്നാണ് ഹിഡിംബി വിചാരിച്ചത്. അപ്പോൾ യാത്രയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി കെട്ടുകയാണ്. ഫലമൂലാദികൾ അവൾ കെട്ടി വരിഞ്ഞു മുറുക്കുന്ന സമയത്താണ് അമ്മയുടെ വാക്കുകൾ വരുന്നത്. ആ സമയത്ത് ഹിഡിംബി ദൈന്യതയാർന്ന ഒരു നോട്ടം നോക്കുന്നുണ്ട് ഭീമസേനൻ്റെ നേർക്ക്. അവൾക്ക് ആദ്യം പെട്ടെന്ന് മനസ്സിലായില്ല എന്താണ് പറഞ്ഞതെന്നില്ല. പക്ഷേ പിന്നീട് അവളത് തിരിച്ചറിയുന്ന, ഒരു നിമിഷാർദ്ധം കൊണ്ടത് തിരിച്ചറിഞ്ഞ് അവൾ ഭീമസേനൻ്റെ നേർക്ക് നോക്കുന്ന നോട്ടമുണ്ട്. ആ നോട്ടം ഏറ്റിട്ട് ഭീമസേനൻ അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഹിഡിംബി അത് നിർത്തിവെച്ച അമ്മയെ നോക്കി, പിന്നെ എന്നെ തന്നെ നോക്കിയിരുന്നു. ഞാൻ അവളുടെ കണ്ണുകളെ നേരിടാനാവാതെ തിരിഞ്ഞു നടന്നു എന്നാണ്. ഞാൻ അവളുടെ കണ്ണുകളെ നേരിടാനാവാതെ തിരിഞ്ഞു നടന്നു എന്ന് പറയുന്നത് മനുഷ്യനായ ഭീമസേനനാണ്. ഏത് മനുഷ്യൻ? ഈ പറയുന്ന സാമൂഹിക സമത്വത്തെക്കുറിച്ചുള്ള പുതിയ ഒരു ബോധ്യം ഉദിച്ചതിന് ശേഷമുള്ള,
ലിംഗസമത്വത്തെക്കുറിച്ചും പിന്നെ മനുഷ്യർക്കിടയിൽ രൂപീകരിക്കപ്പെടേണ്ട സമത്വം എന്ന് പറയുന്ന ബോധത്തെക്കുറിച്ചുമുള്ള പുതിയ വെളിച്ചങ്ങളുടെ പ്രകാശത്തിലാണ് ഭീമസേനന് ഈ ഹിഡിംബിയുടെ കണ്ണുകളെ നേരിടേണ്ടി വരുന്നത്. അത് നേരിടാനാവാതെ ജാള്യതയോടെ തിരിഞ്ഞു നിൽക്കേണ്ടി വരുന്നത് എന്നർത്ഥം. കുന്തിക്കോ മറ്റു പാണ്ഡവർക്കോ ആർക്കും കാണാനാവാത്ത ആ നോട്ടമുണ്ടല്ലോ, ഹിഡിംബിയുടെ നോട്ടം, ആ നോട്ടം ഭീമസേനൻ മാത്രം നോക്കുന്നത് ഭീമസേനൻ്റെ കണ്ണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കണ്ണാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ഇത് ഭീമസേനൻ്റെ അവസാനം മഹാപ്രസ്ഥാന കാലത്ത് പോലും ഹിഡിംബിയുടെ ഓർമ്മയാണ് ഭീമസേനൻ വിട്ടൊഴിയുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും അവസാനം മഹാപ്രസ്ഥാനത്തിലേക്ക് നടന്നെടുക്കുന്ന സമയത്ത് പോലും ഭീമസേനൻ്റെ മനസ്സിലേക്ക് പൂങ്കുലകളുടെ ഗന്ധം മാറാത്ത മധുക മരച്ചുവടുകളും അതിനിടയിൽ നിന്ന് കുടകപ്പാലകളുടെ ഗന്ധം ചുമന്ന് ഓടിക്കളിക്കുന്ന കറുത്ത സുന്ദരിയുടെ കണ്ണുകളും അയാളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എല്ലാ ലൗകികതയുടെയും ബന്ധനങ്ങൾ വിട്ടൊഴിഞ്ഞ് ഇനിയൊരിക്കലും അവസാനമില്ലാത്ത ഒരു ലോകത്തേക്ക്, മുക്തിയുടെ ലോകത്തേക്ക് നടന്നെടുക്കുന്ന സമയത്താണ് ഭീമസേനൻ്റെ മനസ്സിലേക്ക് ആ കറുത്ത സുന്ദരിയുടെ കണ്ണുകൾ കടന്നു വരുന്നത്. മനുഷ്യനാണ് ഭീമസേനൻ എന്നർത്ഥം. മഹാപുരുഷന്മാരുടെ ഈ ലൗകിക ബന്ധനങ്ങളെല്ലാം അത്തരത്തിൽ കെട്ടഴിച്ച് വിട്ട് അങ്ങ് നടന്നു പോകാവുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ വഴികൾ മുഴുവൻ നീണ്ടുകിടക്കുന്ന ഈ മഹാപുരുഷന്മാരുടെ നിരയിലല്ല ഭീമസേനൻ. അപ്പോൾ അയാളൊരു മനുഷ്യനാണ്. അപ്പോൾ മാനുഷികതയെയും നൈതികതയെയും സംബന്ധിച്ച നിരന്തരമായ സന്ദേഹങ്ങൾ ഇത്തരത്തിൽ ഭീമസേനൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ജയദ്രഥനുമായിട്ട് ഏറ്റുമുട്ടുന്ന സമയത്ത് ഭീമസേനൻ സംശയിക്കുന്നത് ഇതിനേക്കാൾ ചെറിയ കുറ്റത്തിന് ഞാൻ കാട്ടാളരെ കൊന്നിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. ഈ സംശയം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? വേറൊരാൾക്കോ സംശയം ഉണ്ടാവില്ല. കാരണം കാട്ടാളർ കൊല്ലപ്പെടേണ്ടവരാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും നമ്മളതിനകത്ത് ജാള്യത പുലർത്തേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ കാട്ടാളനെ ഞാൻ ഇതിനും ചെറിയ കുറ്റത്തിന് കൊന്നിട്ടുണ്ടല്ലോ എന്നുള്ള കുറ്റബോധം ജനിക്കുന്നത് ഈ പ്രശ്നം കൊണ്ടാണ്. ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഇടയിൽ മാറിയിരിക്കുന്ന സമയത്ത് ഭീമസേനൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്, ആലോചിക്കുന്നുണ്ട്, ഞങ്ങളെക്കാളൊക്കെ ആഴമാർന്ന മനുഷ്യബന്ധങ്ങളുള്ളത് ഈ കാട്ടാളർക്കിടയിലാണല്ലോ എന്നുള്ളത്. ഒരിക്കൽ സ്നേഹിച്ച പെണ്ണിൻ്റെ സഹോദരനെ കൊന്നതിന് പകരം ചോദിക്കാൻ വന്നവനാണ് ഒരു കാട്ടാളൻ, കിർമീരൻ. ഞങ്ങൾക്ക് ധർമ്മസങ്കടങ്ങൾ വേറെ. സ്ത്രീയെ പണയം വച്ച രാജാവും പണയം സ്വീകരിച്ച രാജാവും തമ്മിലാണിപ്പോൾ ചേരിതിരിഞ്ഞ് യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്നത്. രോഷത്തോടെ ഞാൻ മനസ്സിൽ പറഞ്ഞു, പണയപ്പണ്ടങ്ങൾ അല്ലെങ്കിൽ പാഥേയപ്പൊതികൾ. ആലോചിക്കും തോറും എൻ്റെ അസ്വസ്ഥത കൂടി, ആത്മനിന്ദയും. ഈ അസ്വസ്ഥതയും ആത്മനിന്ദയും ഉണ്ടാവുന്നുണ്ടല്ലോ. എന്നേക്കാൾ മനുഷ്യൻ, ഈ പറയുന്ന ഇത്രയും കാലം മനുഷ്യരായി പരിഗണിക്കപ്പെടാതെ പോകുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരായി പോലും പരിഗണിക്കാത്തത് കൊണ്ടാണ് അവരുടെ നേർക്ക് എന്ത് അതിക്രമം പ്രവർത്തിക്കുമ്പോഴും ഒരു കുറ്റബോധവും തോന്നാത്തത്. എന്നാൽ ഇവിടെ കുറ്റബോധം തോന്നുക മാത്രമല്ല, മറിച്ച് തങ്ങളെക്കാൾ കുറെക്കൂടി കവിഞ്ഞ മനുഷ്യരാണ് അവർ എന്നുള്ള തിരിച്ചറിവ് കൂടി ഭീമസേനുണ്ടാകുന്നത് നേരത്തെ പറഞ്ഞ ഈ കീഴാളത്ത നോട്ടം സാധ്യമാകുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് എന്നർത്ഥം. യഥാർത്ഥത്തിൽ ഈ കാട്ടാളരുൾപ്പെടെയുള്ള ഈ ജനതയുടെ നേർക്ക് അല്ലെങ്കിൽ അവർ അദൃശ്യരായി പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, എന്തുകൊണ്ടാണ് മഹാഭാരതത്തിൽ ഈ മനുഷ്യർക്ക് അദൃശ്യരായി പോയത്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവരെ നമ്മൾ ഈ പറയുന്ന മനുഷ്യരുടെ ഒരു സാന്നിധ്യമായിട്ട് നമ്മൾ അവർ അംഗീകരിച്ചിട്ടില്ല. അവരൊരു ശരീര സാന്നിധ്യം പോലെ മാത്രമേ മനുഷ്യരാവുന്ന എപ്പോഴാണ്? ശരീരത്തോടൊപ്പം മനസ്സ് കൂടി ചേരുമ്പോഴാണ്. ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കീഴാള ചരിത്രകാരികളിൽ ഒരാളായ ഉമാചക്രവർത്തി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ആർക്കാണ് മണ്ണിനെക്കുറിച്ച് അറിയാമായിരുന്നത്? ഇന്ത്യയിൽ ആർക്കാണ് മണ്ണിനെ സംസ്കരിക്കാൻ അറിയാമായിരുന്നത്? മണ്ണിൻ്റെ പ്രകൃതം മാറുന്ന അറിയാമായിരുന്നത്? വെള്ളത്തെക്കുറിച്ച് അറിയാമായിരുന്ന ആർക്കാണ്? മരങ്ങളെ വെട്ടിയെടുത്ത് ഉരുപ്പടികളാക്കാൻ അറിയാമായിരുന്ന ആർക്കാണ്? ലോഹ സംസ്കരണ വിദ്യ, മെറ്റലർജി അറിയാമായിരുന്നത് ആർക്കാണ്? സ്വർണ്ണപ്പണി അറിയാമായിരുന്നത് ആർക്കാണ്? ഇരുമ്പ് അടിച്ചു പരത്താൻ അറിയാമായിരുന്നത് ആർക്കാണ്? ആയുധങ്ങൾ ഉണ്ടാക്കാൻ അറിയാമായിരുന്നത് ആർക്കാണ്? തുഴയാൻ അറിയാമായിരുന്നത് ആർക്കാണ്? നീന്തൽ അറിയാമായിരുന്നത് ആർക്കാണ്? മത്സ്യബന്ധനം അറിയാമായിരുന്നത്? ഈ അറിവുകളൊക്കെ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ കീഴാള ജനതകൾക്കിടയിലാണ്. അവരാണ് അവസാനം ഉമാചക്രവർത്തി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, മേൽജാതിയുടെ അസ്തിത്വത്തെ നിർണയിച്ചത് ഈ മനുഷ്യരാണ്. അങ്ങനെ മേൽജാതി വിഭാഗങ്ങളുടെ അസ്തിത്വത്തെ നിർണ്ണയിക്കാൻ പോലും ശേഷിയുണ്ടായിരുന്ന അത്രമേൽ ജ്ഞാനപാരമ്പര്യം ഉണ്ടായിരുന്ന ആ അറിവിനെ ഒരു കാരണവശാലും നമ്മൾ ജ്ഞാനമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഈ അറിവുകളൊക്കെ ഉണ്ടായിരുന്നത് ഭാരതത്തെ ഭാരതമാക്കി രൂപപ്പെടുത്തിയെടുത്ത, ഇന്ത്യൻ സമൂഹത്തെ ഉണ്ടാക്കിയെടുത്ത, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ മുഴുവൻ ഉണ്ടാക്കിയെടുത്ത, അതിൻ്റെ ഉൽപ്പാദന വ്യവസ്ഥകളെ മുഴുവൻ ഉണ്ടാക്കിയെടുത്ത ഈ പറയുന്ന ഒരു ജനതയെ, അവരുടെ അറിവിനെ, അവരുടെ അറിവ് പാരമ്പര്യത്തെ അറിവായി അംഗീകരിച്ചിരുന്നേയില്ല. ആ അറിവിനകത്തുള്ള ബൗദ്ധിക മൂല്യത്തെ, ധൈഷണിക മൂല്യത്തെ ചോർത്തിക്കളയുകയും അതിനെ കേവലം ശാരീരിക മൂല്യം മാത്രമായി ചുരുക്കിക്കളയുകയും ചെയ്തു നമ്മൾ. അതുകൊണ്ട് അത്തരം മനുഷ്യർക്ക് ദൃശ്യതയില്ല. അത്തരം മനുഷ്യർക്ക് ഒരിക്കലും ദൃശ്യത ഉണ്ടായില്ല.
ഇവിടെ ഈ ഭീമസേനൻ പല ഘട്ടങ്ങളിൽ പക്ഷേ ഇവരുടെ ജ്ഞാന പാരമ്പര്യത്തെ തിരിച്ചറിയുന്നുണ്ട്. കാട്ടിനകത്ത് എങ്ങനെയാണ് ചടുലമായ നീക്കങ്ങൾ നടത്താനാവുക എന്ന് ഭീമസേനൻ പഠിക്കുന്നത് നാഗരിൽ നിന്നാണ്. എങ്ങനെയാണ് ചുവട് മണ്ണിൽ ഉറപ്പിച്ചു നിർത്താനാവുക എന്നുള്ളത് ഭീമസേനൻ പഠിക്കുന്നത് നിഷാദരിൽ നിന്നാണ്. ഒടുവിൽ അതേ വർഗങ്ങളെ തോൽപ്പിക്കാൻ ഭീമസേനന് തുണയാവുന്നത് അതേ വിദ്യകൾ തന്നെയാണ്. അവരിൽ നിന്ന് തന്നെ അഭ്യസിച്ച വിദ്യകൾ ഉപയോഗിച്ച് അവരെ തന്നെ തോൽപ്പിക്കുന്നുണ്ട് ഭീമസേനൻ. പക്ഷെ അങ്ങനെ തോൽപ്പിക്കുമ്പോഴും ഭീമസേനൻ തിരിച്ചറിയുന്നുണ്ട്, ഈ അറിവുകൾ എനിക്ക് അവർ തന്നതാണല്ലോ എന്നുള്ളത്. ഒരു ജ്ഞാന പാരമ്പര്യത്തെ തിരിച്ചറിയുക എന്ന് പറയുന്ന നോട്ടം അതിനകത്ത് സംഭവിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ ഭീമസേനെ സംബന്ധിച്ചിടത്തോളം ഭീമസേനൻ ഈ പറയുന്ന കീഴാളത്വം സ്വയം അനുഭവിക്കുന്ന ഒരാളാണ്. അയാൾ ഇതേ അവസ്ഥ, നമ്മൾ ഈ പറഞ്ഞ ശരീരമാത്രമായി പരിഗണിക്കപ്പെടുന്നതിൻ്റെ അവസ്ഥ സ്വയം അനുഭവിച്ചിട്ടുള്ള ആളാണ് അയാൾ എല്ലാ കാലത്തും മന്ദനെന്നും വൃഗോദരനെന്നും മാത്രം, ചെന്നായ വയറിനെന്നും മാത്രം വിളിക്കപ്പെട്ട ഒരാളാണ്. എല്ലാ കാലത്തും അയാൾക്കൊരു ഉപകരണത്തിൻ്റെ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. വനവാസകാലത്ത് ഏകചക്രയിൽ നിന്ന് ഭഗനെ വധിക്കാൻ വേണ്ടിയിട്ട് കുന്തിദേവി ഇയാളെ ഭഗൻ്റെ ഭീഷണിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ചോറുമായിട്ട്, വണ്ടി നിറയെ ചോറുമായിട്ട് ഭീമസേനനെ പറഞ്ഞയച്ചത് അറിഞ്ഞപ്പോൾ അപ്പോൾ അവിടെ ഇല്ലാതിരുന്ന ധർമ്മപുത്രൻ യുധിഷ്ഠിരൻ പിന്നീട് തിരിച്ചു വന്നിട്ട് അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാണ് അവനെ പറഞ്ഞയച്ചതെന്ന് ചോദിച്ചിട്ട്. എന്താ കാരണം എന്നറിയാവോ? വരാൻ പോകുന്ന യുദ്ധസമയത്ത് ഇവനെ എങ്ങാനും ഭഗൻ വധിച്ചാൽ വരാൻ പോകുന്ന യുദ്ധസമയത്ത് നമ്മൾ എന്തു ചെയ്യും എന്നുള്ളതാണ്. അനിയന് ജീവനഷ്ടം ഉണ്ടാകുമോ എന്നുള്ളതല്ല പ്രശ്നം. അനിയനെ ഏതെങ്കിലും തരത്തിൽ മുറിവേൽപ്പിക്കപ്പെടുമോ എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് യുദ്ധസമയത്ത് തങ്ങളുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ഏറ്റവും ശക്തമായ ആയുധം തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണ്. ഉപകരണത്തിൻ്റെ സ്ഥാനമാണ്. ഇന്ത്യയിലെ കീഴാള സമൂഹങ്ങൾ, ആദിമ ജനസമൂഹങ്ങൾ അനുഭവിച്ച അതേ ഉപകരണ പദവിയാണ് യഥാർത്ഥത്തിൽ ഭീമസേനനും ഉണ്ടായിരുന്നത് എന്നർത്ഥം. കല്യാണ സൗഗന്ധികം പുഷ്പം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദ്രൗപദി ഇയാളെ പറഞ്ഞയക്കുമ്പോൾ, ഭീമസേനെ പറഞ്ഞയക്കുമ്പോൾ ഉപകരണത്തിൻ്റെ സ്ഥാനമാണ്. അയാളോടുള്ള ഒരു പ്രണയവുമല്ല. ഈ കല്യാണ സൗഗന്ധികം ഒട്ടേറെ കഷ്ടങ്ങൾക്കും യുദ്ധങ്ങൾക്കും ഒടുവിൽ ഇയാളത് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആയപ്പോഴേക്ക് അർജുനൻ്റെ ഊഴം വന്നെത്തിയതിൻ്റെ ആഘോഷ തിമിർപ്പിലായിരുന്നു ദ്രൗപദി. അവളത് എവിടെയോ ഉപേക്ഷിച്ചു. അത്ര നിസ്സാരമായിട്ട് അതവിടെ മാറ്റിവെച്ചിട്ട് അവൾ അർജുനന് വേണ്ട സൽക്കാരങ്ങൾ ഒരുക്കാൻ വേണ്ടി പോകുന്ന ദൃശ്യത്തിൽ അത്രയും കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് യുദ്ധത്തിൽ പരാജിതനാവുകയും പിന്നീട് മറ്റൊരാളുടെ ഔദാര്യമൊക്കെ സ്വീകരിച്ചിട്ട് വിജയിച്ച് തിരിച്ചു വന്ന് ക്ഷീണിതനായി നിൽക്കുന്ന ഭീമസേനൻ തളർന്നു നോക്കുന്ന നോട്ടമുണ്ട്, ഉപകരണത്തിൻ്റെ നോട്ടം. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിലെ കീഴാള ജനവിഭാഗങ്ങൾ അനുഭവിച്ച ഈ കീഴാളത ഒരർത്ഥത്തിൽ ആ തലത്തിൽ അല്ലെങ്കിൽ പോലും മറ്റൊരു തലത്തിൽ ഭീമസേനൻ അനുഭവിക്കുന്നുണ്ട്. അയാളുടെ നോട്ടങ്ങളിൽ മുഴുവൻ ഈ പറയുന്ന സിമ്പത്തറ്റിക് ടോൺ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അതുകൂടിയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനകത്ത് ഇപ്പോൾ കർണനെ അപഹസിക്കുന്നുണ്ട്. കർണൻ ആയുധ പരീക്ഷയിൽ കർണൻ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് സൂതപുത്രനെന്ന് വിളിച്ച് അധിക്ഷേപിക്കുമ്പോൾ ദുര്യോധനൻ അംഗരാജ്യത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യും കർണനെ. ആത്മാഭിമാനം വീണ്ടെടുത്തിട്ട് കർണൻ നിൽക്കുമ്പോഴും ഈ അപശബ്ദങ്ങൾ നിരന്തരം സദസ്സിൽ നിന്ന് ഉയരുന്നുണ്ട്. ആ അപശബ്ദങ്ങളിൽ പങ്കുചേരാതെ അപശബ്ദങ്ങളുടെ നേർക്ക് ഒട്ടൊരു രോഷത്തോട് കൂടിയിട്ട് താൻ പോലും വിചാരിക്കാതെ തൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കർണൻ്റെ നേർക്ക് ഒരു കനിവ് ഉയരുന്നത് എന്ന് വിസ്മയിക്കുന്നുണ്ട് ഭീമസേനൻ. ഇതേ സംഗതി ദ്രൗപദി സ്വയംവര സന്ദർഭത്തിലുമുണ്ട്. ദ്രൗപദി സ്വയംവരം നടക്കുന്ന സമയത്തും കർണൻ അധിക്ഷേപിക്കപ്പെടുന്ന സമയത്ത് ദൃഷ്ടദ്യുമ്നൻ എൻ്റെ സഹോദരി കുലത്തിൽ താണവരെ വരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് എനിക്ക് ശത്രുവിനോട് സഹതാപം തോന്നുന്നത് രണ്ടാമത്തെ തവണയാണല്ലോ എന്ന് ഭീമസേനൻ നിശ്വസിക്കുന്നുണ്ട്. രണ്ടാമത്തെ തവണയാണല്ലോ എനിക്കിങ്ങനെ ശത്രുവിൻ്റെ നേർക്ക് സഹതാപം തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. പാണ്ഡവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ശത്രുവാണ് കർണൻ. അതിനകത്ത് ഒരു കനിവും തോന്നേണ്ട കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവനേൽക്കുന്ന ഏത് അപകർഷവും ആഹ്ലാദത്തിൻ്റെ മുഹൂർത്തമാണ്. അർജുനടക്കം ഉള്ള ആളുകൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ഭീമസേനൻ്റെ ഉള്ളു മാത്രം ഇങ്ങനെ നീറുന്നത്. ഓരോ സമയത്തും ഇത്തരത്തിലുള്ള സംഗതികൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ജരാസന്ധനുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി പോകുന്ന സമയത്ത് കൃഷ്ണൻ കോട്ടവാതിക്കൽ നിന്നിട്ട്, ജരാസന്ധൻ്റെ കോട്ടവാതിക്കൽ നിന്നിട്ട് കൃഷ്ണൻ വെല്ലുവിളിക്കുന്നത്, സവർണരെ ബലി കൊടുക്കുന്ന ഒരു സവർണൻ അധമൻ ഇവിടെ നാടുവാഴുന്നുവെന്ന് കേട്ടു, അയാളുമായി ദ്വന്ദ്വയുദ്ധത്തിനാണ് ഞങ്ങൾ വന്നത് എന്നാണ് പറയുന്നത്. സവർണർക്ക്
സവർണരെ ബലി കൊടുക്കുന്ന ഒരു സവർണൻ ഇവിടെ ഉണ്ടെന്ന് കിട്ടും. മനുഷ്യരെ ബലി കൊടുക്കുന്ന മനുഷ്യനെന്നല്ല. പ്രതിസന്ധി ഇതാണ്. അവരുടെ മുമ്പിൽ ഉള്ള പ്രതിസന്ധി സവർണർ ബലി കൊടുക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സവർണഹത്യ എന്നുള്ള ഈ പ്രയോഗം അത് കേട്ടിട്ട് ഈ ജരാസന്ധൻ്റെ കൊട്ടാരത്തിലുള്ള ഭടന്മാർ, കാലാൾപ്പടയുണ്ടല്ലോ, കാവൽ നിൽക്കുന്ന ഭടന്മാർ, അവർ പുച്ഛത്തോടു കൂടി ചിരിക്കുന്നത് ഒരാൾ മാത്രം കാണുന്നുണ്ട്. വേറെ ആരും ഇത് കണ്ടിട്ടില്ല, വേറൊരാളും കാണുന്നില്ല. അത് കാണുന്നത്, ആ കാഴ്ച കിട്ടുന്നത് ഭീമസേനന് മാത്രമാണ്. ആ ചെയ്യുന്നതിനകത്ത് ഒരു നൈതിക പ്രശ്നമുണ്ട് എന്നുള്ളത് മണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ധിഷണയിൽ മാത്രം ഉണ്ടാവുന്നതാണ്. അയാളുടെ മനസ്സിൽ മാത്രം ഉണ്ടാവുന്നതാണ്. അയാളുടെ മാത്രം നൈതികവും വൈകാരികവുമായ പ്രതിസന്ധിയാണത്. അയാൾ മാത്രം നോക്കുമ്പോൾ അവർ ചിരിക്കുന്നത് കാണുന്നുണ്ട്, മറ്റാരും അത്തരമൊരു കാഴ്ച കാണുന്നില്ല. ഇതേ സംഗതി ഘടോൽക്കജനെ മരിക്കുന്ന സമയത്ത് ഘടോൽക്കജനെ ഓർത്തിട്ട് ദുഃഖം പൂണ്ട് നിൽക്കുന്നുണ്ടെന്ന് പാണ്ഡവ ശിബിരം. ആ സമയത്ത് കൃഷ്ണൻ്റെ വാക്കുകളുണ്ട്. ഭീമപുത്രനാണെങ്കിലും കാട്ടാളനാണ്, രാക്ഷസപ്രകൃതി, യജ്ഞവിദ്വേഷി, ബ്രാഹ്മണ ശത്രു, അവനെ എന്നെങ്കിലും കൊല്ലേണ്ടി വരും, ചത്തത് രണ്ടു നിലയ്ക്കും സൗകര്യമായി എന്നാണ്. ചത്തത് രണ്ടു നിലയ്ക്കും സൗകര്യമായി എന്നാണ്. ഘടോൽക്കജൻ വധ്യനാവുന്നത് ബ്രാഹ്മണ ശത്രു എന്നതിൻ്റെ പേരിലാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മനുഷ്യനെ അവിടെയുള്ളൂ. വേറെ ആർക്കും അതൊരു പ്രശ്നമായില്ല ആ വാക്കുകൾ. പക്ഷേ അത് ചുട്ടുനീറ്റിയത് ഭീമസേനൻ്റെ മനസ്സിനെ മാത്രമാണ് എന്നർത്ഥം. ഭീമസേനൻ്റെ ഈ ഇടനില പ്രകൃതം ഉണ്ടല്ലോ, ഈ മധ്യവർഗ മനസ്സുണ്ടല്ലോ, മധ്യത്തിൽ നിൽക്കുന്ന മധ്യവർഗം എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. കൃത്യമായി ഈ എന്താണ് തൻ്റെ കർത്തൃത്വം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം പല സന്ദർഭങ്ങളിൽ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കർത്തൃത്വത്തിനകത്തേക്ക് പലപ്പോഴും കയറിയും ഇറങ്ങിയും നിൽക്കേണ്ടി വരുന്ന ഈ ഒരു സ്വത്വ പ്രതിസന്ധി ഭീമസേനൻ അനുഭവിക്കുന്നുണ്ട്. ആ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടാണ്, ആ സ്വത്ത് പ്രതിസന്ധിക്കകത്ത് നിന്നുകൊണ്ടാണ് ഭീമസേനൻ്റെ നോട്ടങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ മാനുഷികമായി തീരുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കേരളീയ സാമൂഹ്യ ചരിത്രത്തിനകത്ത് ഒരുപക്ഷെ എം.ടി. വാസുദേവൻ നായർക്ക് വളരെ കൃത്യമായി ഉൾക്കൊള്ളാനാവുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി ഈ അവസ്ഥയിൽ തന്നെയുള്ളൊരു കർത്തൃത്വരാഹിത്യത്തിൻ്റെ പ്രതിസന്ധിയാണ്. ആ കർത്തൃത്വം കൈവരിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള വലിയ സ്ട്രഗിളിൻ്റെ, വലിയ ഒരു അതിജീവന പോരാട്ടത്തിൻ്റെ കൂടി ഒരു പശ്ചാത്തലം കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിനകത്തുണ്ട്. ആ സാമൂഹ്യ ചരിത്രത്തെ കൂടി മുൻനിർത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇത് വായിക്കേണ്ടത് എന്നുകൂടിയാണ് ഇതിനെ സംബന്ധിച്ച് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കേരളത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ വലിയ തോതിൽ കേരളത്തിൽ നായർ സമുദായ പരിഷ്കരണ സംരംഭങ്ങളും ഉണ്ടായ ഒരു കാലമാണത്. പക്ഷേ ആ സംരംഭങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നൊരു പ്രത്യേകത, അതൊരു അടഞ്ഞ സാമൂഹിക ഘടനയ്ക്കകത്ത് വെച്ചാണ് നടന്നത് എന്നുള്ളതാണ്. അന്നുണ്ടായ നായർ സമുദായവുമായി ബന്ധപ്പെട്ടുണ്ടായ നോവലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ദുലേഖയാവട്ടെ, മീനാക്ഷി ആവട്ടെ, പറങ്ങോടി പരിണയമാവട്ടെ, ലക്ഷ്മി കേശവമാവട്ടെ, അങ്ങനെയുള്ള അന്നത്തെ പ്രധാനപ്പെട്ട നോവലുകളൊക്കെ പരിശോധിച്ചാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നായർ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ ആചാരങ്ങളിലുള്ള പരിഷ്കരണം, അനന്തരാവകാശം തുടങ്ങിയ ആചാരങ്ങളിലുള്ള പരിഷ്കരണത്തെ മുൻനിർത്തിയിട്ട് എഴുതപ്പെട്ടതാണ്. അത്തരം ചർച്ചകളെന്ന് സമുദായത്തിനകത്ത് വളരെ സജീവമാണ്. പക്ഷേ ആ ചർച്ചകളിലെവിടെയും കീഴാള വിമോചനമോ ജാതി നിർമ്മാർജ്ജനമോ ഒന്നും വരുന്നേയില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേ സമയത്താണ് ഈ നോവലിൽ വന്ന അതേ സമയത്താണ് പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം എന്ന് പറയുന്ന നോവൽ വരുന്നത്. സരസ്വതി വിജയത്തിനകത്ത് എങ്ങനെയാണ് ഒരു മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കീഴാള ഐക്യനിര രൂപപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ബ്രാഹ്മണ മേധാവിത്വത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നായർ മനസ്സിൻ്റെ ഒരു ആവേശം മുഴുവൻ അവിടുത്തെ പരിഷ്കരണ സംരംഭങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ തങ്ങൾക്ക് താഴെയുള്ള വിഭാഗങ്ങൾ ഈ പറയുന്ന നായർ സമുദായത്തോടൊപ്പം എത്തുന്നതിന് അവർ ആഗ്രഹിച്ചിരുന്നുമില്ല. ഞാൻ പറഞ്ഞത് നായർ സമുദായം എന്ന് ഞാൻ പറഞ്ഞ നായർ മനുഷ്യരെ കുറിച്ചല്ല കേട്ടോ, സാമുദായിക നേതൃത്വങ്ങളെക്കുറിച്ചാണ്. അന്ന് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഒരു കളിയോഗം നടത്തിയപ്പോൾ ആ കളിയോഗത്തിൽ പുരാണ കഥാപാത്രങ്ങളുടെ വേഷം കെട്ടി ഈഴവർ കെട്ടിയാടിയപ്പോൾ അന്നത്തെ ദിവാന് അതിനെതിരായിട്ട് നായർ സമൂഹം, മധ്യകേരളത്തിലെ നായർ സമൂഹം ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്. ആ
ആ നിവേദനത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അയിത്തക്കാർ വിനോദത്തിനായിട്ടാണെങ്കിൽ പോലും ദേവന്മാരുടെ വേഷങ്ങൾ കെട്ടിയാടുന്നത് തങ്ങൾക്ക് അപമാനകരമാണ്, അത് നിർത്തിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ വേഷങ്ങൾ കെട്ടിയാടാൻ പോലും പാടില്ലാത്ത വിധം അത് തങ്ങളുടെ വിശേഷാവകാശങ്ങൾ മറ്റൊരു സമുദായം, തങ്ങൾക്ക് കീഴെയുള്ളൊരു സമുദായം കൈവരിക്കുന്നത് അനുവദിക്കാനാവില്ല എന്നുള്ള അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നടക്കുന്നത് ഒരു സവിശേഷമായ കാലഘട്ടത്തിൽ. കേരളത്തിലെ സമുദായങ്ങളൊക്കെ വലിയ പരിഷ്കരണ ശ്രമങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നടന്ന ചില പിന്തിരിപ്പൻ ക്രമങ്ങളെക്കുറിച്ച് കൂടിയാണ് ചരിത്രത്തെ നമ്മൾ ഈ രീതിയിൽ കൂടി അതിനൊരു പ്രോസസ്സായി നമ്മൾ കാണണം. ഒരിക്കലും വളരെ രേഖീയമായി ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് അങ്ങനെ ഒരുമിച്ച് എല്ലാവരും കൂടി അടിവെച്ച് മുന്നോട്ട് നീങ്ങിയ ഒരു മാർച്ച് പാസ്റ്റ് അല്ല കേരളീയ നവോത്ഥാനം എന്ന് പറയുന്നത്. അതൊരു നമ്മൾ ഇന്ന് കാണുന്ന പോലെ, നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് പോലെയും അതൊരു ഒരു പ്രോഡക്റ്റുമല്ല. അതൊരു പ്രോസസ്സാണ്, അതൊരു സാമൂഹ്യ പ്രക്രിയയാണ്. അതിനകത്ത് ബലങ്ങളും എതിർബലങ്ങളും ഉണ്ടായിരിക്കും, അതിനകത്ത് നിരവധി പ്രതിസന്ധികളും ഉണ്ടായിരിക്കും. അത്തരം ബലങ്ങളെയും എതിർബലങ്ങളെയും പ്രതിസന്ധികളെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാഴ്ചകളെ കാണേണ്ടത്. അപ്പോൾ ഇത്തരം ഒരു സാമൂഹ്യ ചരിത്രത്തിനകത്ത് വെച്ച് രണ്ടാമൂഴത്തെ നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന ഇടനിലയിൽ നിൽക്കുന്ന, മധ്യവർഗത്തിൽ നിൽക്കുന്ന മനുഷ്യരുടെ പ്രതിസന്ധി എങ്ങനെയാണ് ആ കൃതിയുടെ പ്രത്യയശാസ്ത്രത്തെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനാവും.